ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ BSc ബോട്ടണി സെക്കൻഡ് സെമസ്റ്ററിൽ വരുന്ന പേപ്പറാണ് എന്താ മൈക്രോബയോളജി, മൈക്കോളജി, ലൈക്കണോളജി, പ്ലാൻ പത്തോളജി എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാൻ പത്തോളജിയിൽ നമുക്ക് പ്ലാന്റുമായി ബന്ധപ്പെട്ടിട്ട് പ്ലാൻ ഡിസീസസും ഫൈറ്റോ സാനിറ്റേഷനും ക്വാറൻറ്റൈനും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടുണ്ട്. അപ്പോൾ പ്ലാൻ ഡിസീസസിൽ നമുക്ക് 7 ഡിസീസസുകളാണ് പഠിക്കാനായിട്ടുള്ളത്. അതിലൊരു ഡിസീസാണ് എന്ത് ക്യുക്ക് വിൽറ്റ് ഓഫ് പെപ്പറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ക്യുക്ക് വിൽറ്റ് ഓഫ് പെപ്പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റൊരു പേരാണ് ഫുഡ് റോട്ട് ഡിസീസ് അല്ലെങ്കിൽ ഫൈറ്റോഫ്തോറ ഫുഡ് റോട്ട് ഡിസീസ് എന്നും ഈ ഒരു അസുഖത്തിന് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇതെന്ന് പറയുന്നത് സഡൻ ഡെത്ത് ഓഫ് ബ്ലാക്ക് പെപ്പർ വൈൻസിൻ്റെ സഡൻ ഡെത്ത് ഈ ഒരു അസുഖം കാരണം ഉണ്ടാവുന്നുണ്ട്. ഇത് ആക്ച്വലി ഒരു ഫംഗൽ ഡിസീസാണ്. ഇത് കോസ് ചെയ്യുന്ന ഓർഗാനിസം എന്ന് പറയുന്നത് ഫൈറ്റോഫ്തോറ കാപ്സിസിയാണ്. ഫൈറ്റോഫ്തോറ കാപ്സിസി എന്ന് പറയുന്ന ഒരു ഫംഗസ് ആണ് ഈ ഒരു ഫംഗൽ ഡിസീസായിട്ടുള്ള ക്യുക്ക് വിൽറ്റ് ഓഫ് പെപ്പറിന് കാരണമാകുന്നത്. ഇത് കോസ് ചെയ്യുന്ന ഓർഗാനിസം ആരാണ്? ഫൈറ്റോഫ്തോറ കാപ്സിസി. ഇത് ആർക്കാണ് ഉണ്ടാവുന്നത്? നമ്മുടെ പെപ്പർ അല്ലെങ്കിൽ കുരുമുളക്, അതായത് പൈപ്പർ നൈഗ്ര എന്ന് പറയുന്ന നമ്മളുടെ കുരുമുളക് ചെടീനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ക്യുക്ക് വിൽറ്റ് ഓഫ് പെപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഫംഗൽ ഡിസീസാണെന്ന് ഓർക്കുക. ഫൈറ്റോഫ്തോറ കാപ്സിസി ആണ് ഇതിൻ്റെ പാത്തോജൻ എന്ന് ഓർക്കുക. ഇതിൻ്റെ ഹോസ്റ്റ് പൈപ്പർ നൈഗ്ര ആണ്. ഈ ഒരു ഡിസീസിനെ റെസിസ്റ്റ് ചെയ്യുന്ന വെറൈറ്റീസുകൾ ഉണ്ട്. പൈപ്പർ കോളിബ്രിനം എന്ന് പറയുന്ന വെറൈറ്റിയൊക്കെ ഈ ഒരു ഡിസീസ് ക്യുക്ക് വിൽറ്റിനെ റെസിസ്റ്റ് ചെയ്യുന്ന വെറൈറ്റിയാണ്. ഓക്കെ, ഇനി അടുത്തത്, ഇത് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് 1936 ഇന്തോനേഷ്യയിലാണ്. ഇത് കൂടുതലായിട്ട് കാണുന്നത് റിലേറ്റീവ്ലി ഹൈ ഹ്യൂമിഡിറ്റി ഉള്ളപ്പോഴാണ് ഇത് കൂടുതലായിട്ട് ഹ്യൂമിഡിറ്റി കൂടുതലുള്ള, അതായത് ലോ ടെമ്പറേച്ചറുള്ള സമയത്താണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. ഇത് സ്പ്രെഡ് ചെയ്യുന്നത് സോയിൽ അല്ലെങ്കിൽ വാട്ടർ വഴിയാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ സ്പ്രെഡിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് കൂടുതലായിട്ട് മൺസൂൺ സീസണിലാണ് എന്തുണ്ടാവുന്നത്, ഈ ഒരു അസുഖം കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്യുന്നത് മൺസൂൺ സീസണിലാണ്. റെയിൻഫോൾ കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഹ്യൂമിഡിറ്റി കൂടുതലായിരിക്കും, 90% കൂടുതലായിരിക്കും. ലോ ടെമ്പറേച്ചർ ആയിരിക്കും. സൺഷൈൻ ഹവേഴ്സ് കുറവായിരിക്കും, അതായത് സൂര്യൻ്റെ രശ്മികൾ കുറവായിരിക്കും അല്ലേ, വെയിൽ വല്ലാതെ ഉണ്ടാവില്ല. ആ സമയത്ത് എന്ത് സംഭവിക്കും? ഹ്യൂമിഡിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഇതാണ്, ഈ ഒരു ക്ലൈമാറ്റിക് കണ്ടീഷനാണ് ഈ ഒരു അസുഖത്തിന് കൂടുതൽ ഫേവർ ചെയ്യുന്നത്. പിന്നെ ഈ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നത് സോയിലിലൂടെ, വാട്ടറിലൂടെ, റൂട്ട് കോണ്ടാക്റ്റിലൂടെ, മൂവ്മെൻറ്റ് ഓഫ് പീപ്പിൾ, അതായത് നമ്മൾ ഒരു ചെടീനെ നന്നാക്കി അതേ കോലുകൊണ്ടായിരിക്കും നമ്മൾ അടുത്ത ചെടീനെ നന്നാക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ചെടിയിൽ നിന്ന് ആ ചെടിയിലേക്ക് സ്പ്രെഡ് ചെയ്യും. അതുപോലെ സ്നെയിൽസ്, അതായത് ഒരു സ്നെയിൽ ഇവിടെ ഈ ഒരു പ്ലാന്റിൽ നിന്ന് സ്നെയിൽ മറ്റൊരു പ്ലാന്റിലേക്ക് പോകുമ്പോൾ വേണമെങ്കിൽ ആ സ്നെയിൽ വഴിയും സ്പ്രെഡ് ചെയ്യാം. പിന്നെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഇംപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഇംപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? വൈഡ് സ്പ്രെഡ് ആയിട്ട് മാറും. അങ്ങനെയൊക്കെ ഇത് സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ കോസ് ഹ്യൂമിഡിറ്റി കൂടുക, അതായത് മൺസൂണിൻ്റെ സമയത്താണ് ഇത് കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സിംറ്റംസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മെയിൻ സിംറ്റം എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഈ ആദ്യത്തെ 3 ഇതിൻ്റെ മെയിൻ സിംറ്റം. അതായത് റോട്ടിങ് ഓഫ് കോളർ, റൂട്ട്, ലീഫ്, അതായത് റൂട്ടിൻ്റെ, ലീഫിൻ്റെ, കോളർ റീജിയൻ്റെയൊക്കെ ചീച്ചിൽ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും മൺസൂണിൽ എപ്പോഴും നമ്മളെ പ്ലാന്റ്സൊക്കെ നന്നായിട്ട് ചീഞ്ഞു പോകും അല്ലേ, വെള്ളം കൂടുതലായിട്ട് ചീഞ്ഞു പോകും. അതേപോലെ തന്നെ ഒരു സിംറ്റമാണ് ഈ ഒരു ക്യുക്ക് വിൽറ്റ് ഓഫ് പെപ്പറിനുള്ളത്. നമ്മുടെ കോളർ റീജിയൻ, അതുപോലെ റൂട്ട്, ലീഫൊക്കെ ചീഞ്ഞു പോകും. പിന്നെ ഡൈബാക്ക് ഓഫ് ട്വിഗിൻ്റെ ഡൈബാക്ക്, അതായത് ഇതിൻ്റെ കൊമ്പുകൾ നശിച്ചു പോകും. അതാണ് മറ്റൊരു സിംറ്റം. കൊമ്പുകളും കാര്യങ്ങളൊക്കെ നശിച്ചു പോകും. പിന്നെ സ്പൈക്ക് ഷെഡിങ്, അതായത് സ്പൈക്ക്. അപ്പോൾ നമുക്കറിയാം കുരുമുളകിന്
സ്പൈക്കാണല്ലേ ഉള്ളത്. കുരുമുളക് എന്താണ്, ഒരു തിരിയിടും. നമ്മൾ കണ്ടിട്ടില്ലേ, കുരുമുളകിനൊരു തിരി ഉണ്ടാവും. ആ തിരിയിലായിരിക്കും ആ കുരുമുളക് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. നിങ്ങൾ കുരുമുളക് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ സ്പൈക്കിൻ്റെ ഷെഡിങ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും, അതിൻ്റെ ഈൽഡിനെ തന്നെ അത് ബാധിക്കും. പിന്നെ എഫക്റ്റഡ് ആയിട്ടുള്ള ലീവ്സിൻ്റെ വെയിൻസ് എന്ത് ചെയ്യും, ഡിസ്കളർ ആവുകയും ഡീക്കേ ആവുകയും ചെയ്യും. പിന്നീട് എന്ത് സംഭവിക്കും, അത് ബ്രാഞ്ചിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് കൊഴിഞ്ഞു വെക്കും. ബേസൽ പോർഷൻ, വെയിൻസിൻ്റെ ബേസൽ പോർഷനെയാണ് ഇത് കൂടുതലായിട്ട് ബാധിക്കുന്നത്. അത് ആ ഒരു ഭാഗത്തിൻ്റെ ചീച്ചിലിന് കാരണമാവുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിതിനെ ഫുഡ് റോട്ട് എന്ന് പറയുന്നത്. ബേസൽ പോർഷനെ ഇൻഫെക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഫുഡ് റോട്ട് ഡിസീസിന് ഉള്ള പേര് ഇതിന് കൊടുക്കുന്നത്. പിന്നെ വെയിൻ റോട്ടിങ് സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്താണ്, അവിടെ വാട്ടർ അല്ലെങ്കിൽ ന്യൂട്രിയൻ കണ്ടക്ഷൻ എന്ന് പറയുന്നത് ഇൻ്റർഫിയർ ചെയ്യുകയാണ്. ആ സമയത്ത് എന്ത് സംഭവിക്കും, ഈ ലീവ്സിലേക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസും കാര്യങ്ങളും എത്താതെ എന്ത് സംഭവിക്കും, ഈ ലീവ്സ് യെല്ലോ കളറായിട്ട് മാറും. എന്നിട്ട് എന്ത് സംഭവിക്കും, ലീവ്സ് എല്ലാം കൊഴിഞ്ഞു പോകും. അപ്പോൾ പ്ലാന്റ് ഡീഫോളിയേറ്റഡ് ആയിട്ട് മാറും. ഓക്കെ, ഇനി ഫോളിയർ ഇൻഫെക്ഷൻ കാണുന്നുണ്ട്. ലീവ്സിൽ ഫോളിയർ ഇൻഫെക്ഷൻ കാണും. അതുപോലെ തന്നെ വാട്ടർ സോക്കഡ് ആയിട്ടുള്ള ലെഷൻസ്, വെള്ളം വെറ്റിയായിട്ടുള്ള ലെഷൻസ് ലീഫുകളിൽ കാണാം. അതായത് വെള്ളത്തിൽ കുതിർന്ന പോലത്തെ ലെഷൻസ് എന്ന് പറഞ്ഞാൽ ഓരോ പാടുകളാണ്, അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന പോലത്തെ പാടുകൾ. അത് പിന്നെ എക്സ്പാൻഡ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും, ഡാർക്ക് ബ്രൗൺ ആയിട്ടുള്ള സ്പോട്ടായിട്ട് മാറും. വെള്ളം ഇങ്ങനെ തിങ്ങി നിറഞ്ഞിങ്ങനെ ചീഞ്ഞു പോകുന്ന ആ ഒരു ഇതന്നെയാണ് നമ്മൾ എന്താ പറയുക, വാട്ടർ സോക്കഡ് ലെഷൻസ് എന്ന് പറയാം. നമ്മൾ ചില ചെടികളിലൊക്കെ കണ്ടിട്ടില്ലേ, വെള്ളം തിങ്ങി നിറഞ്ഞിട്ട് അതിങ്ങനെ ചീഞ്ഞു പോകുന്ന, അതിനെയാണ് നമ്മൾ വാട്ടർ സോക്കഡ് ലെഷൻസ് എന്ന് പറയുന്നത്. അത് റാപ്പിഡായിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് പിന്നെ എന്ത് സംഭവിക്കും, ഡാർക്ക് ബ്രൗൺ സ്പോട്ടായിട്ട് മാറും. അതിലൊരു ഫിംബ്രിയേറ്റ് മാർജിനും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് എന്ത് സിംറ്റംസ് എന്ന് പറയുന്നത്. സിംറ്റംസ് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും വാട്ടർ സോക്കഡ് ആയിട്ടുള്ള ലെഷൻസ് ഫോം ചെയ്തിട്ടാണ്. അത് പിന്നീട് എന്ത് സംഭവിക്കും, വെറ്റ് ആൻഡ് സ്ലൈമി ഡാർക്ക് പാച്ചസ് ആയിട്ട് മാറും. നല്ല നനവുള്ള ഒരു ഡാർക്ക് പാച്ചായിട്ട് കോളർ റീജിയനിലും മറ്റ് റീജിയനിലൊക്കെ മാറും. പിന്നെ ഫുഡ് റോട്ടാണ് ഇതിൻ്റെ ഫാറ്റൽ സിംറ്റം എന്ന് പറയുന്നത്. കോളർ റീജിയനിൽ കാണും. അതുപോലെ തന്നെ ഫുഡ് റീജിയനിലും എന്ത് സംഭവിക്കും, റോട്ടിങ് സംഭവിക്കും. പിന്നെ ഫോളിയർ യെല്ലോയിങ് സംഭവിക്കും, ഡീഫോളിയേഷൻ, നോഡൽ റീജിയൻസിലുള്ള സ്റ്റെമ്മുകൾ ബ്രേക്ക് ഡൗൺ ആകും. ബെറീസ് എന്താ ചെയ്യും, ബെറീസ് എല്ലാം കൊഴിഞ്ഞു പോകും. ചിലത് സ്പൈക്ക് തന്നെ കൊഴിഞ്ഞു പോകും, ചിലപ്പം ബെറീസ് ആയിട്ടാവും കൊഴിഞ്ഞു പോകുന്നുണ്ടാവുക. അതൊക്കെ ഇതിൻ്റെ ഒരു സിംറ്റംസ് ആയിട്ട് പറയാം. പിന്നെ ഫോളിയർ ഇൻഫെക്ഷൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഫിംബ്രിയേറ്റ് മാർജിനുള്ള ലീവ്സ് കണ്ടാൽ അറിയാം എന്താണ്, ഈ കുരുമുളകിന് ക്യുക്ക് വെൽറ്റ് ആണ് വന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഫിംബ്രിയേറ്റ് മാർജിൻ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിൽ അവസാനം ഒരു പിക്ചർ വരുന്നുണ്ട്, അതിൽ ഞാൻ കാണിച്ചു തരാം. ഇനി കൺട്രോൾ മെഷേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 1% ബോറഡാക്സ് മിക്സ്ചർ ട്രഞ്ചസിൽ അപ്ലൈ ചെയ്യാം. അതൊരു കൺട്രോൾ മെഷറാണ്. പിന്നെ നമുക്ക് ബോറഡാക്സ് പേസ്റ്റ് ഈ പെപ്പർ പ്ലാന്റിന്, അതായത് കുരുമുളകിൻ്റെ വെയിൻസിൽ ഞരമ്പുകളിലൊക്കെ എന്ത് ചെയ്യാം, ഈ ബോറഡാക്സ് മിക്സ്ചർ എന്ത് ചെയ്യുക, ബോറഡാക്സ് പേസ്റ്റ് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം മൺസൂണിന് മുന്നേ ആയിട്ട്. പിന്നെ നമുക്ക് അഗാലോൾ ട്രഞ്ചസിൽ അപ്ലൈ ചെയ്യാം. ഇതൊക്കെ ഇറാഡിക്കേഷന് സഹായിക്കുന്നുണ്ട്. ഇത് കൂടാതെ നമുക്ക് ഫൈറ്റോ സാനിറ്റേഷൻ ചെയ്യാം. അതായത് നമ്മൾ എന്ത് ചെയ്യാം, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സിനെയൊക്കെ റിമൂവ് ചെയ്തിട്ട് ബേൺ ചെയ്യുക. അതേപോലെ റിമൂവ് ചെയ്യുക, ബേൺ ചെയ്യുക. അതായത് അതിനൊക്കെ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് അത് കത്തിച്ച് കളയുക. അത് റെഡ്യൂസ് ചെയ്യും. അതായത് സ്പ്രെഡ് ചെയ്യുന്നത്, ആ ഒരു ഫീൽഡിൽ മൊത്തമായിട്ട് സ്പ്രെഡ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും,
നമ്മൾ പ്ലാന്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, ഇൻഫെക്റ്റഡ് അല്ലാത്ത അതായത് ഈ പ്ലാന്റ് ഡിസീസ് ഫ്രീ ആയിട്ടുള്ള പ്ലാന്റിങ് മെറ്റീരിയൽ നേഴ്സറീസിൽ നിന്ന് നമുക്ക് എന്താണ് വാങ്ങാം. പ്ലാന്റ് ഡിസീസ് ഫ്രീ ആയിട്ടുള്ള, അതും ഒരു ഡിസീസ് അങ്ങനെ സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇനി മൺസൂൺ വരുന്നതിന് മുമ്പ് ഷെയ്ഡഡ് ആയിട്ടുള്ള ട്രീസും കാര്യങ്ങളൊക്കെ പ്രൂൺ ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കും, മാക്സിമം സൺലൈറ്റിൻ്റെ അവൈലബിലിറ്റി കൂടും. അതോടെ തന്നെ ഹ്യൂമിഡിറ്റി എന്താ ചെയ്യാം, അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ വാട്ടർ സ്റ്റാഗ്നേഷൻ അവോയ്ഡ് ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, വാട്ടർ സ്റ്റാഗ്നേഷൻ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ കോളർ ഇൻഫെക്ഷൻ എന്ത് ചെയ്യാം, നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ലീവ്സ് എന്ത് ചെയ്യുക, ഇപ്പം നമ്മുടെ കുരുമുളക് വള്ളീൻ്റെ താഴെയുള്ള ലീവ്സൊക്കെ എന്ത് ചെയ്യാം, ഒരു 2 ഫീറ്റിൻ്റെ അതായത് 2 അടി ഉയരത്തിലുള്ള ലീവ്സൊക്കെ എന്ത് ചെയ്യാം, താഴെ കാണുന്ന ലീവ്സ് അതായത് 2 അടീൻ്റെ അത്രയും 2 അടിക്കുള്ള ലീവ്സിനെ നമ്മൾ എന്ത് ചെയ്യാം, പ്രൂൺ ചെയ്ത് കളയാം. ആ ലീവ്സുകളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, താഴെ കാണുന്ന ലീവ്സൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റില്ല, അതായത് വാട്ടറിൽ നിന്ന് സ്പ്രെഡ് ചെയ്യുന്നത് ഏറെക്കുറെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാനായിട്ട് പറ്റും. സോയിൽ സ്പ്ലാഷ് അവോയ്ഡ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബയോളജിക്കൽ കൺട്രോളായിട്ട് ബയോളജിക്കൽ ഏജൻസിനെ യൂസ് ചെയ്യാം. നമുക്ക് സ്യൂഡോമോണാസ്, ഫ്ലൂറസെൻസ് അല്ലെങ്കിൽ ട്രൈക്കോഡാമയൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ പെപ്പർ വെയിൻസിനെ ഇനോക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു അസുഖത്തിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെയാണ് കൺട്രോൾ മെഷേഴ്സിൽ വരുന്നത്. അപ്പം ഞാൻ ഫിംബ്രിയേറ്റ് മാർജിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഫിംബ്രിയേറ്റ് മാർജിൻ എങ്ങനെയാണ് ഉണ്ടാവുകയെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു ലീഫ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതാണ് ആക്ച്വലി ഫിംബ്രിയേറ്റ് മാർജിൻ. ഇങ്ങനെയാണ് മാർജിൻ ഇരിക്കുന്നത്, അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതാണ് ആക്ച്വലി ഫിംബ്രിയേറ്റ് മാർജിൻ എന്ന് പറയുന്നത്. അതായത് ഇവിടെ ആദ്യം വെള്ളം തങ്ങി നിൽക്കുന്ന ഒരു ലെഷൻ, അതായത് ഒരു മാർക്കായിട്ട് വന്നതിന് ശേഷം പിന്നെ എന്ത് സംഭവിക്കും, അത് ഡാർക്ക് ബ്രൗൺ ആയിട്ട് ഫിംബ്രിയേറ്റ് മാർജിനുള്ള ഇതായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ക്വിക്ക് വിൽറ്റ് ഓഫ് പെപ്പറിൽ നോക്കാനായിട്ടുള്ളത്. അപ്പോൾ സിംറ്റംസും